നമസ്കാരം. ക്ലാസ് മിനിറ്റ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 3 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ, 4 മാർക്ക് ക്വസ്റ്റ്യൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഇനി എനിക്ക് എന്തിനാ പെൻസിൽ, ഇനി എൻ്റെ പങ്കും കൂടി അനുധാര പഠിച്ചോളൂ. സൂചനകളെ അടിസ്ഥാനമാക്കി നീലകണ്ഠൻ എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നോക്കിയോളൂ. അനുധാരയും നീലകണ്ഠനും ഒരുമിച്ച് ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. അസുഖക്കാരിയായ അനുധാര ഇടയ്ക്കിടെ സ്കൂളിൽ വരാതാകുമ്പോൾ പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നീലകണ്ഠനാണ്. ദരിദ്രമായ ജീവിതാവസ്ഥയുള്ള കുട്ടിയാണ് നീലകണ്ഠൻ. നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായ നീലകണ്ഠനെ അധ്യാപകർക്കും കൂട്ടുകാർക്കും എല്ലാം വലിയ ഇഷ്ടമാണ്. എന്നാൽ പെട്ടെന്നൊരു ദിവസം അസുഖം ബാധിച്ച് കാഴ്ച പോയ നീലകണ്ഠനെ കണ്ട് അനുധാര കരയുമ്പോഴും അവളെ ചിരിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നീലകണ്ഠൻ. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടും നിറഞ്ഞ ചിരിയോടെയാണ് നീലകണ്ഠൻ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ നീലകണ്ഠൻ എന്ന കഥാപാത്രത്തിന്റെ നിരൂപണം തയ്യാറാക്കുക. നീലകണ്ഠൻ എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷത എന്തായിരുന്നു? അങ്ങനെയൊക്കെയുള്ള പല പല ക്വസ്റ്റ്യൻസിനും ഈ ഒരു ആൻസർ നമുക്ക് എഴുതാം കേട്ടോ. അടുത്തൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. കുമാരനാശാന്റെ വീണപ്പൂവും ഉള്ളൂരിന്റെ പനിനീർപ്പൂവും ഒരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. ഇതുമായി തമ്മിൽ താരതമ്യം ചെയ്ത ഒരു കുറിപ്പ് നമ്മൾ തയ്യാറാക്കണം. നോക്കിയുള്ളൂ. കുമാരനാശാന്റെ വീണപ്പൂവ് എന്ന ഖണ്ഡകാവ്യത്തിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് കുമാരനാശാന്റെ, അത് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. കുമാരനാശാന്റെ വീണപ്പൂവ് എന്ന് പറയുന്നത് ഒരു ഖണ്ഡകാവ്യമാണ്. എന്നാൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പനിനീർ പൂവ് എന്ന് പറയുന്നത് ഒരു കവിതയാണ് കേട്ടോ. അപ്പോൾ നോക്കിയുള്ളൂ. കുമാരനാശാന്റെ വീണപൂവ് എന്ന ഖണ്ഡകാവ്യത്തിൽ ഒരു പൂവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതചക്രത്തെ ഭൂമിയിലെ മനുഷ്യന്റെ ബാല്യ, കൗമാര, യൗവന, വാർദ്ധക്യ അവസ്ഥകളോടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ വീണപ്പൂവില് ഒരു പൂവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതചക്രത്തെ നമ്മുടെ ഭൂമിയിലെ മനുഷ്യന്റെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഇങ്ങനെയുള്ള അവസ്ഥകളോടാണ് കവി എന്ത് ചെയ്തിട്ടുള്ളത്? ഉപമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യജീവിതത്തിന്റെ നൈമിഷികത എന്ന് വെച്ചാൽ വളരെ നിമിഷ നേരം കൊണ്ട് സംഭവിക്കുന്നത് അല്ലെ, അതാണ് നൈമിഷികത. മനുഷ്യജീവിതത്തിന്റെ നൈമിഷികത ഈ ഒരു കാവ്യ സമാഹാരത്തിലൂടെ കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഉള്ളൂരിന്റെ പനിനീർപ്പൂവ് എന്ന കൃതിയും ആശാന്റെ വീണപ്പൂവ് എന്ന കൃതിയും മനുഷ്യജീവിതത്തിന്റെ നശ്വരാവസ്ഥയെയാണ് വെളിവാക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കൃതികളും ഏതൊക്കെ? ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പനിനീർപ്പൂവും അതുപോലെ കുമാരനാശാന്റെ വീണപ്പൂവും, ഈ രണ്ട് കൃതികളും മനുഷ്യജീവിതത്തിന്റെ നശ്വരാവസ്ഥ, അതായത് അനശ്വരമല്ലാത്തത് എന്ന് പറയാം അല്ലെ. നശ്വരാവസ്ഥ എന്ന് വെച്ചാൽ അനശ്വരമല്ലാത്തത്, കൂടുതൽ കാലം നിലനിൽക്കാത്തത്. അപ്പൊ നശ്വരാവസ്ഥയാണ് വിളവാക്കുന്നത് അല്ലെ. പൂവ് ഇപ്പോൾ പൂത്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ കാലം നിലനിൽക്കൂലല്ലോ. അത് കുറച്ച് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് വാടി താഴെ വീഴും അല്ലെ. അപ്പൊ കുടുംബജീവിതത്തിന്റെ നശ്വരാവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ആശാന്റെ പ്രചോദനം വീണുകിടക്കുന്ന പൂവും ഉള്ളൂരിന്റെ പ്രചോദനം വിടർന്നു നിൽക്കുന്ന പൂവുമാണ്. ആശാന്റെ വീണുകിടക്കുന്ന പൂവാണ്, എന്നാൽ ഉള്ളൂരിന്റെ പ്രചോദനം വിടർന്നു നിൽക്കുന്ന പൂവുമാണ്. വീണപൂവിലുടനീളം ഒരു ദുഃഖഛായ കലർന്നിരിക്കുന്നു, എന്നാൽ പനിനീർ പൂവിൽ ആകട്ടെ ഒരു സന്തോഷത്തിന്റെ കളിയാട്ടമുണ്ട്. വീണപൂവിൽ ആ കൃതിയിലുടനീളം ഒരു ദുഃഖഛായ ഇങ്ങനെ പടർന്നു കിടപ്പുണ്ട്, എന്നാൽ പനിനീർ പൂവിലാണെങ്കിൽ ഒരു സന്തോഷത്തിന്റെ കളിയാട്ടമാണുള്ളത്. പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ നിസ്സാരമല്ല എന്ന ഈ രണ്ട് കവികളും ഈ കവിതകളിലൂടെ ഉദ്ഘോഷിക്കുന്നു. പ്രപഞ്ചത്തിൽ ഒന്നും നിസ്സാരമല്ല എന്നുള്ള കാര്യമാണ് ഈ കവിതയിലൂടെ രണ്ട് കവികളും ഉദ്ഘോഷിക്കുന്നത്. അപ്പോൾ ഇതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പെരുമഴയത്തെ ഒരു തുള്ളി പോലെ എന്ന പ്രയോഗത്തിലൂടെ അനുധാര അർത്ഥമാക്കുന്നത് എന്താണ്? നോക്കിയോളൂ. പെരുമഴയത്തെ തുള്ളി പോലെ എന്ന പ്രയോഗത്തിൽ നിന്ന് സ്കൂളിലെ കുട്ടികളുടെ ബാഹുല്യമാണ് വ്യക്തമാക്കുന്നത്. പെരുമഴയത്ത് ഒരു തുള്ളിക്ക് പ്രത്യേക സ്ഥാനമില്ലാത്തതുപോലെ നീലകണ്ഠന്റെ അസാന്നിധ്യം ആരും മനസ്സിലാക്കുന്നില്ല, എന്നാൽ അത് അനുധാര തിരിച്ചറിയുന്നുണ്ട്. അവർ തമ്മിലുള്ള ആരൊക്കെ? നീലകണ്ഠനും അനുധാരയും തമ്മിലുള്ള ഹൃദയബന്ധം വ്യക്തമാക്കുവാൻ ഈ പ്രയോഗത്തിന് കഴിയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുള്ളൂ. വിടരാതെ കരിഞ്ഞുപോയ ഒരിതൾ പോലെ എന്ന പ്രയോഗം പ്രിയ ASന്റെ താളുകൾക്കിടയിലൊരു മയിൽപീലി എന്ന പാഠഭാഗത്തിലുണ്ട്. ഈ പ്രയോഗം കൊണ്ട് കഥാകൃത്ത് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്? നോക്കിയോളൂ. ആൻസർ. അനുധാരയുടെ ബാല്യകാലത്തെയാണ് വിടരാതെ കരിഞ്ഞുപോയ ഒരിതൾ പോലെ എന്ന പ്രയോഗം കൊണ്ട് കഥാകൃത്തായ പ്രിയ AS സൂചിപ്പിക്കുന്നത്. അനുധാരയുടെ ബാല്യകാലത്തെ വിടരാതെ കൊഴിഞ്ഞുപോയ ഒരു പൂമൊട്ടിനോടാണ് കഥാകൃത്ത് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അനുധാരയുടെ ബാല്യകാലം അസുഖങ്ങൾ നിറഞ്ഞതായിരുന്നു.
അടുത്തത് അന്നപൂർണേശ്വരിമാർ കണക്കെ പൂക്കൾ ലോകത്തിന് നൽകുന്നത് എന്താണ്? എന്താണ് നൽകുന്നത്? നറും തേൻ അല്ലെങ്കിൽ തേൻ എന്ന് 2 ഓപ്ഷൻസ് കാണും, ഏത് വേണമെങ്കിലും എഴുതാം. 2 തന്നാലും നമുക്ക് ആൻസർ ശരിയാണ് കേട്ടോ. അപ്പൊ അന്നപൂർണേശ്വരിമാർ പോലെ പൂക്കൾ ലോകത്തിന് നൽകുന്നത് എന്താണ്? നറും തേൻ അല്ലെങ്കിൽ തേൻ. പനിനീർ പൂവ് എന്ന കവിതയിൽ തെന്നലിലാടുന്നത് ആരാണ്? അതുപോലെ പാട്ടുപാടുന്നത് ആരാണ്? തെന്നലിലാടുന്നത് ആരാണ്? തെന്നൽ എന്ന് വെച്ചാൽ കാറ്റ്, കാറ്റിലാടുന്നത് പൂക്കൾ അല്ലെ? തെന്നലിലാടുന്നത് പൂക്കൾ. ഇനി പാട്ടുപാടുന്നത് ആരാണ്? പാട്ടുപാടുന്നത് വണ്ട്. തെന്നലിലാടുന്നത് പൂക്കൾ, പാട്ടുപാടുന്നത് വണ്ട്. പൂക്കൾ ലോകത്തിന് തേൻ നൽകുന്നത് ആരെ പോലെയാണ് എന്നാണ് കവി ഉപമിക്കുന്നത്? ആൻസർ അന്നപൂർണേശ്വരിമാരെ പോലെ. ആരെപ്പോലെ? അന്നപൂർണേശ്വരിമാരെ പോലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. പനിനീർ പൂവിനോട് കവി മാപ്പിരക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തി കുറിപ്പ് എഴുതുക. ആൻസർ പനിനീർ പൂവിനെ കവി നിസ്സാരമായി കണ്ടു പരിഹസിച്ചു. എന്നാൽ പനിനീർ പൂവിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ കവി അതിനോട് മാപ്പിരന്നു അല്ലെങ്കിൽ മാപ്പിരക്കുകയാണ് ഉണ്ടായത്. മനസ്സിലായോ? ആദ്യം കവി പനിനീർ പൂവിനെ നിസ്സാരമായി കണ്ടു, എന്നിട്ട് അതിനെ പരിഹസിച്ചു. പക്ഷെ പിന്നീടാണ് കവിക്ക് ആ പനിനീർ പൂവിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലായത്. അതിനുശേഷം കവി എന്ത് ചെയ്തു? പനിനീർ പൂവിനോട് മാപ്പിരന്നു. ഓക്കെ. പൂക്കളെ വിണ്ണിലെ പൈതങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ ഔചിത്യം കണ്ടെത്തുക. പൂക്കളെ വിണ്ണിലെ പൈതങ്ങൾ എന്ന് കവി വിശേഷിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഔചിത്യം എന്ന് വെച്ചാൽ ഇത് എത്രത്തോളം അനുയോജ്യമാണെന്ന് നോക്കിയോളൂ. പൂക്കൾ നറും തേൻ നൽകുന്ന അന്നപൂർണേശ്വരിമാർ ആണ്. പൂക്കൾ എന്താണ്? നറും തേനൊക്കെ നൽകുന്ന അന്നപൂർണേശ്വരിമാർ ആണ്. വിവാഹ മംഗളകർമ്മങ്ങൾക്കും ദേവനെ പൂജിക്കാനും മുടിയിൽ ചൂടാനും വീരന്മാർക്ക് മാലയായി ചാർത്താനുമൊക്കെ പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. എന്തിനൊക്കെയാണ് പൂക്കൾ ഉപയോഗിക്കുന്നത്? വിവാഹ മംഗളകർമ്മങ്ങൾക്ക്, പിന്നെ ദേവനെ പൂജിക്കാൻ, അതായത് അമ്പലത്തിലൊക്കെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെന്താണ്? മുടിയിൽ ചൂടാൻ, തലമുടിയിൽ ചൂടാൻ വേണ്ടിയിട്ടും, പിന്നെ വീരന്മാർക്ക് മാലയായി ചാർത്താൻ. വീരന്മാരുണ്ടല്ലോ, ധീരന്മാർ അല്ലെങ്കിൽ വീരന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ആ പൂക്കൾ വെച്ചിട്ടുള്ള മാല ഉണ്ടാക്കിയിടും അല്ലെ? അങ്ങനെ മാലയായി ചാർത്താനും ഒക്കെ നമ്മൾ പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഉപകാരങ്ങൾ ചെയ്യുന്ന പൂക്കളുടെ മഹത്വം തിരിച്ചറിഞ്ഞ കവി പൂക്കളെ ദേവതമാരായാണ് കാണുന്നത്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന പൂക്കളുടെ മഹത്വം കവി തിരിച്ചറിയുന്നു. അങ്ങനെ കവി അവരുടെ മഹത്വം തിരിച്ചറിഞ്ഞ കവി ഈ പൂക്കളെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ദേവതമാരായിട്ടാണ് കണക്കാക്കുന്നത്. അതിനാലാണ് പൂക്കളെ വിണ്ണിലെ പൈതങ്ങൾ എന്ന് കവി വിശേഷിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. ജോലി ചെയ്താൽ കൃത്യമായി പ്രതിഫലം വാങ്ങണം എന്ന് യേശുദാസിനെ പഠിപ്പിച്ചത് വീട്ടിലെ എങ്ങനെയുള്ള സാഹചര്യമായിരുന്നു? എന്തായിരുന്നു? യേശുദാസിന്റെ അച്ഛൻ നാടക സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്നും കഷ്ടപ്പാടും പട്ടിണിയുമായിരുന്നു. ഈ അനുഭവത്തിൽ നിന്നാണ് ജോലി ചെയ്താൽ കൃത്യമായി അതിന്റെ പ്രതിഫലം വാങ്ങണമെന്ന് യേശുദാസ് പഠിച്ചത്. അടുത്തത് കാവ്യഭംഗി കണ്ടെത്തി എഴുതുക. പാടുന്ന വണ്ടുകൾക്കൊപ്പമേ തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും. അതായത് പനിനീർ പൂവ് എന്ന കവിതയിലെ വരികളാണ് ഈ തന്നിട്ടുള്ളത്. കാറ്റിലാടുന്ന പൂക്കളെയും അതിനൊപ്പം പാടുന്ന വണ്ടുകളെയും ഒരുമിച്ച് കാണുമ്പോൾ ഒരു മനോഹര ചിത്രം തെളിയുന്നു. പൂക്കളുടെ നൃത്തവും വണ്ടുകളുടെ ഗാനവും ചേരുമ്പോഴുള്ള പ്രകൃതിയുടെ സൗന്ദര്യം എടുത്തു കാട്ടുന്നു. ഇത്രയേ ഉള്ളൂ. ഓർമ്മയുടെ താളുകളിൽ നിന്ന് കൂട്ടുകാരികൾ പലതും എൻ്റെ പേര് വെട്ടിയിട്ടുണ്ടാകും. ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് എന്ത്? 4 ഓപ്ഷൻസ് ഉണ്ട്. കൂട്ടുകാരികൾ മറന്നിട്ടുണ്ടാകാം. ഓർമ്മയുടെ താളിലാണ് പേരെഴുതുന്നത്. ഓർമ്മകൾ താളുകൾ പോലെയാണ്. കൂട്ടുകാരികൾ ഉണ്ടാകില്ല. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കൂട്ടുകാരികൾ മറന്നിട്ടുണ്ടാകാം. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലായോ? ഈറനായ ഒരു പൊട്ടിച്ചിരിയുതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി. ഇവിടെ തെളിയുന്ന ഭാവം എന്ത്? പരിഹാസം, സന്തോഷം, സങ്കടം. ആൻസർ സങ്കടം.